ലിൻഡൻ ബി ജോൺസന്റെ പ്രശസ്തമായ ഒരു വരിയുണ്ട്. അനീതിയെ തകർക്കാൻ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും ശക്തമായ ആയുധമാണ് വോട്ട്. എന്നാൽ ഇന്ത്യയിൽ കാര്യങ്ങൾ ഇപ്പോൾ വിപരീത ദിശയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 1895 ബാലഗംഗാധര തിലക് ഇന്ത്യക്കാർക്കായി വോട്ടവകാശം ചോദിച്ചു. പക്ഷേ 131 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ ജനാധിപത്യത്തിൽ റിവേഴ്സ് ഗിയറിലാണോ സഞ്ചരിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അവിടെ 90 ലക്ഷം വോട്ടർമാരെയാണ് ഒറ്റയടിക്ക് പുറത്താക്കിയിരിക്കുന്നത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഈ നീക്കം ജനാധിപത്യത്തെ തന്നെ കൊന്നുകുഴിച്ചു മൂടുന്നതാണ്. 7.66 കോടി വോട്ടർമാരുണ്ടായിരുന്ന ബംഗാളിൽ ഇപ്പോഴുള്ളത് വെറും 6.77 കോടി മാത്രം. അതായത് 11.62% വോട്ടർമാർ അപ്രത്യക്ഷമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള മാറ്റം? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് BJPയേക്കാൾ 60.6 ലക്ഷം വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. 2024 ഈ ഭൂരിപക്ഷം 42.4 ലക്ഷമായി കുറഞ്ഞു. ഇതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ വോട്ടർ പട്ടിക പുതുക്കാൻ കമ്മീഷൻ തീരുമാനിച്ചത്. 2025 ഒക്ടോബറിൽ തുടങ്ങിയ ഈ പ്രക്രിയയിലൂടെ ഫെബ്രുവരി ആയപ്പോഴേക്കും 63 ലക്ഷം പേർ പട്ടികക്ക് പുറത്തായി. ഏപ്രിൽ 7, 2026 പുറത്തിറക്കിയ അന്തിമ പട്ടിക പ്രകാരം ആകെ 90 ലക്ഷത്തോളം പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു. വോട്ടർമാരുടെ എണ്ണം 7.66 കോടിയിൽ നിന്ന് 6.77 കോടിയായി കുറഞ്ഞു. 11.62% കുറവ്. 2024 വരെ വോട്ട് ചെയ്തവർ പെട്ടെന്ന് അയോഗ്യരായെങ്കിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അപാകതയുണ്ടായിരുന്നു എന്ന് കമ്മീഷൻ തന്നെ സമ്മതിക്കുകയാണോ? ഏറ്റവും ഭയാനകമായ കാര്യം ഇതിലെ വിവേചനമാണ്. പുറത്താക്കപ്പെട്ടവരിൽ 53% സ്ത്രീകളാണ്. നന്ദിഗ്രാമിലെ കണക്കെടുത്താൽ ഒഴിവാക്കപ്പെട്ട 2826 പേരിൽ 2700 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതായത് 95% ഒരേ സമുദായത്തിൽപ്പെട്ടവർ. യോഗേന്ദ്ര യാദവിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ദി ഗാർഡിയൻ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതിനെ വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസൂത്രിത നീക്കം എന്നാണ്. അങ്കിത് ജെയിൻ നടത്തിയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് വോട്ടർ പട്ടികയിലെ പരിശോധനകളിൽ മുസ്ലിം വോട്ടർമാർ വ്യാപകമായി ലക്ഷ്യം വെക്കപ്പെടുന്നു എന്നാണ്. എല്ലാ രേഖകളുണ്ടായിട്ടും പേര് വെട്ടിമാറ്റപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി മോത്താബ് ഷെയ്ഖിന്റെ കേസ് ഒരു ഉദാഹരണം മാത്രം. ഇതിന് കൃത്യമായ കാരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ല. ആധാർ കാർഡും പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പേര് വെട്ടിയത് എന്തിനാണെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഒടുവിൽ ട്രൈബ്യൂണൽ ഇടപെട്ടാണ് അദ്ദേഹത്തെ തിരികെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഈ ജനാധിപത്യ വിരുദ്ധതയെ ഗൗരവമായി എടുക്കാൻ സുപ്രീം കോടതിയോ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയോ തയ്യാറാകുന്നില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. എല്ലാ വോട്ടും എണ്ണപ്പെടും, ആരും ഒഴിവാക്കപ്പെടില്ല എന്ന കമ്മീഷന്റെ മുദ്രാവാക്യങ്ങൾ ഇന്ന് പാഴ്വാക്കായി മാറിയിരിക്കുന്നു. ഗുസ്പൈത്തിയ അഥവാ നുഴഞ്ഞുകയറ്റക്കാർ എന്ന നുണപ്രചാരണത്തിലൂടെ വോട്ടവകാശം നിഷേധിക്കുന്ന ഈ വ്യവസ്ഥിതിയെ ചരിത്രം വിചാരണ ചെയ്യുക തന്നെ ചെയ്യും.